പാളിയ തേൻകണി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നെട്ടൂർ കേക്കച്ചന്റെ നേതൃത്വത്തിൽ ഇന്നലെ വീണ്ടും നടത്തിയ ആ തേൻകണി പാളിപ്പോയിരിക്കുകയാണ്. ഓഗസ്റ്റ് 20 നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ആ ചാനലിലൂടെയാണ് എക്സ്ക്ലൂസീവ് എന്ന പേരിൽ രാഹുലിനെതിരെ ആദ്യത്തെ ഉണ്ടയില്ലാവിടിയുമാർ പൊട്ടിച്ചത്. ഏതാണ്ട് 3-4 ദിവസം, പ്രത്യേകിച്ച് രാഹുലിനെ പോലെയുള്ള ഒരു യുവനേതാവിനെതിരെ അത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രകമ്പനമുണ്ടാക്കി, ചർച്ചയുണ്ടാക്കി. ഇന്നും ഈ 102-ാം ദിവസവും ഇന്നും ഈ വിഷയം ആളിക്കത്തുന്നുണ്ടെങ്കിൽ അത് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ യുവനേതാവിൻ്റെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അയാളുടെ ആ ഒരു വാല്യൂ അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഈ 100 ദിവസം പിന്നിടുമ്പോഴും ഏതാണ്ട് ഇത് രാഹുലിനെതിരെ ഈ കേക്കച്ചൻ നടത്തിയ ഒരു തേൻകണി ആക്രമണമായിരുന്നു എന്ന് ഇവിടുത്തെ സകല ജനങ്ങളും മനസ്സിലാക്കി. ഈ കേക്കച്ചൻ തന്നെ അവസാനം പാർട്ടിയിൽ ഒന്നുമല്ലാതായി പോയി, സീറോ ആകുന്ന അവസ്ഥയിലാണ്. കൃത്യം 100-ാമത്തെ ദിവസം മറ്റൊരു ചാനലിൽ, നമുക്കറിയാം അത് തേൻകണി അജിത് കുമാർ, മംഗളം ചാനല് പൂട്ടിച്ച് തൂക്കി വിറ്റ ശേഷം പോയി ഇപ്പോൾ എറണാകുളത്ത് ഇയാൾ പമ്മിയിരുന്ന് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇയാളുടെ ഒരു ബിനാമി ചാനലാണ്, കേക്കച്ചന്റെ ബിനാമി ഫണ്ടിങ്ങോടുകൂടി നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ ചാനലിലൂടെ ഇന്നലെ ഇപ്രകാരം ഒരു അശരീരി പുറത്തുവിടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ അശരീരി വന്നതോടുകൂടി ജനങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു, ഇത് നെട്ടൂർ കേക്കച്ചന്റെ തന്നെ നാണം കെട്ട ഒരു പണിയായിരുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ നാണം കെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇന്ന് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ എന്നോടൊപ്പം ഉള്ളത് ശ്രീ CM രാജേന്ദ്രനാണ്. സ്വാഗതം ചെയ്യാം ശ്രീ CM രാജേന്ദ്രനെ. രാജേന്ദ്രൻജി, ഈ ഡെവലപ്മെൻറ്റ്സ് എല്ലാം തുടക്കം മുതൽ തന്നെ i2 ന്യൂസിൻ്റെ ഈ ഒരു പ്രയാണത്തിൽ തുടക്കം മുതൽ ഈ ക്യാമ്പയിനിൽ താങ്കളും ഒപ്പമുണ്ട്. ഈ 2 അശരീരികൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ഇത് രാഹുലിന് വളരെയേറെ അനുകൂലമായില്ലേ ഇന്നലെ നടത്തിയ ഈ ഒരു തെൻകണി അറ്റാക്ക്? സത്യത്തിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് യാഥാർത്ഥ്യം. സത്യത്തിൽ ഇതൊന്നുമില്ല, ഒരു കഴമ്പുമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇതിൽ ഇന്നലത്തെ ഈ വോയിസ് ക്ലിപ്പുകൾ നമ്മൾ കേൾക്കുമ്പോൾ വ്യക്തമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ, അത് നമ്മൾ 1 by 1 ആയിട്ട് ഓരോ വരികളും കേട്ട് കഴിഞ്ഞാൽ, അത് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഇത് രാഹുലിന് അനുകൂലമായ, വളരെ കൃത്യമായി രാഹുലിന് നിയമപരമായിട്ടും അല്ലാതെയും ജനങ്ങളുടെ ഇടയിലും അനുകൂലമായൊരു വോയിസ് ക്ലിപ്പാണ് ഇന്നലെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20-ാം തീയതി നമ്മുടെ മുട്ടിൽ മരമുറിക്കാരുണ്ടല്ലോ, കൊള്ളക്കാർ, അവരുടെ ചാനലിലാണ് ഫസ്റ്റ് ഒരു വാർത്ത വരുന്നത്. ഈ വാർത്ത വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വരുന്നത്. ആ വാർത്ത വരുമ്പോൾ നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടും അതിലേക്കൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം രാഹുലിനെ പോലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള നല്ലൊരു യുവ നേതാവിനെതിരെ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ പരമാവധി ആളുകൾ മനസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആയതുകൊണ്ട് തന്നെ അതിന് സത്യമുണ്ടോ എന്ന് അന്വേഷിച്ച ആൾക്കാർ, മറിച്ച് വേറൊരാൾക്കെതിരെയാണ് ഇങ്ങനെ വന്നിരുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കുരിശെടുത്ത് ഇറങ്ങിയാണ് അതിൻ്റെ പിന്നാലെ ചാനലുകാരുടെ ഒപ്പം. അപ്പം അന്ന് ഈ റിപ്പോർട്ടർ ചാനൽ കൊടുത്ത വാർത്ത ഇന്നലെ മലയാളം ന്യൂസ് 24 കൊടുത്ത വാർത്തയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം അന്ന് അതിൽ പറയുന്നത് ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു എന്നുള്ളതാണ്. ഇന്നലെ പറയുന്നത് ഗർഭമുണ്ടാവണം എന്ന് രാഹുൽ നിർബന്ധിച്ചു എന്നുള്ളതാണ്. ഇന്നലെ ഹോട്ട് ന്യൂസ് അതാണ്, ഗർഭമുണ്ടാവണം എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു. അണ്ടർലൈനായിട്ട് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ക്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഗർഭമുണ്ടാവണം എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു. എന്തൊരു വിരോധാഭാസമാണ്! അതായത് ഗർഭമുണ്ടാവണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ, ഗർഭം കലക്കി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20-ാം തീയതി, മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇതിൽ രണ്ടും തമ്മിൽ ഭയങ്കര വൈരുദ്ധ്യമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ഗർഭമുണ്ടാകാൻ എന്നെ നിർബന്ധിച്ചു എന്ന് ഈ പെൺകുട്ടി പറയുമ്പോൾ, ഇരയല്ല പറയുന്നത് കേട്ടോ, വോയിസ് ക്ലിപ്പാണ്, ഇര എപ്പോഴും ഇല്ല.
ഇര എന്ന് പറയുന്ന സംഭവം ഇപ്പോഴും രംഗത്തില്ല. അപ്പോൾ ഇര എന്ന് പറയുന്ന അവകാശപ്പെടുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ ഇരയായി കാണുന്ന ആ വ്യക്തിയുടെ വോയിസ് ക്ലിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ പറയുന്നത് ഗർഭമുണ്ടാകണം, നിനക്ക് ഗർഭമുണ്ടാവണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന വോയിസ് ക്ലിപ്പാണ് ഇന്നലെ വന്നത്. അപ്പോൾ ഗർഭം കലക്കിയിട്ടാണോ ഗർഭം ഉണ്ടാകുക, അത് ഗർഭം ഉണ്ടായതിനു ശേഷമാണോ ഗർഭം കലക്കുക എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം, ഒരു മനുഷ്യൻ ഇന്നലത്തെ വോയിസ് ക്ലിപ്പിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഒരു യുവാവ്, വിവാഹം കഴിക്കാത്തൊരു യുവാവ്, ഇവർ രണ്ടുപേരും പ്രണയത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കാൻ പറയുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ട് നിയമപരമായിട്ട് ശിക്ഷ അനുഭവിക്കണം. ഒരു തർക്കം ആ കാര്യത്തിൽ ഇപ്പം നിങ്ങൾക്കും ഉണ്ടാവില്ല, എനിക്കും ഉണ്ടാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്, ഒരു തർക്കമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കത്തോളം കാലം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല എന്നും ഞങ്ങൾ ഇത് ക്രിയേറ്റീവാണെന്നും പറയാൻ ഞങ്ങൾ തയ്യാറല്ല, ഒരു കാരണവശാലും തയ്യാറല്ല നമ്മൾ. അപ്പോൾ ഇതൊരു പക്ഷേ ശരിയായിരിക്കാം, രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അവർ തമ്മിൽ പ്രണയത്തിലായിരിക്കാം, അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ഇതിനൊന്നും നമ്മളെതിരല്ല. പക്ഷേ ഇതിൻ്റെ വിരോധാഭാസത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ കലക്കിയ ഗർഭം ഇപ്പോൾ ഇന്നലെ വീണ്ടും ആ ഗർഭം ഉണ്ടാവുന്നു. അപ്പോൾ ഗർഭം ഉണ്ടായിട്ട് ഗർഭം കലക്കുകയല്ല ചെയ്തത്, ഗർഭം കലക്കിയതിന് ശേഷം ഗർഭം ഉണ്ടാവുക ചെയ്തത്. ഇതിൽ ഏറ്റവും വലിയ 2-3 തെളിവുകൾ ഞാനിവിടെ ഹാജരാക്കാം, അല്ലെങ്കിൽ മുന്നിൽ നിങ്ങളടുത്ത് പറയാം. ഒന്നാമത്തെ കാര്യം, ഈ ഇര എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഇരവാദം മുഴക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടി എനിക്ക് ഗർഭമുണ്ടാവണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു എന്ന് പറഞ്ഞ വോയിസ് ക്ലിപ്പ് പുറത്തു വിടുന്നു. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നാമത്തെ വിജയം. കാരണം എന്താ, സാധാരണഗതിയിൽ ഒരു പുരുഷൻ, ഒരു സ്ത്രീ ഗർഭമുണ്ടാവണം, എനിക്ക് ഗർഭമുണ്ടാവണം, മക്കളുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് മക്കളുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു കുടുംബമായി ജീവിക്കുവാനും ആ കുടുംബത്തിൽ നല്ല മക്കളുണ്ടാവാനും അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമായിട്ട് ഒരു നല്ല കുടുംബമായി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവണമെന്ന് സ്വാഭാവികമായിട്ടും ആഗ്രഹം ഉണ്ടാവും. കുട്ടികളും ഉണ്ടാകുന്ന ആഗ്രഹിക്കുന്ന ആരാ? ഈ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾ ആഗ്രഹങ്ങളാണ്. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും അച്ഛനമ്മമാരും എനിക്ക് മക്കളുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു, അവർക്ക് മക്കൾക്ക് മക്കളുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു, അച്ഛനാവാനായിരുന്നു മുത്തച്ഛനാവാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യസന്ധമായി ഒരു കുടുംബമായി ജീവിക്കാൻ ആഗ്രഹിച്ചു എന്നിരുന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് ആ വോയിസ് ക്ലിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നീക്ക് ഗർഭം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അച്ഛൻ ഞാനാണല്ലോ, അപ്പോൾ ഈ പറയുന്ന വോയിസ് ക്ലിപ്പിന് ഉടമയാണല്ലോ. അപ്പോൾ അച്ഛനാവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനും അമ്മയാവാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേരും തമ്മിലുള്ള അതിനിടയിൽ അവർ തമ്മിൽ വളരെ പ്രണയത്തിലായിരുന്നു, അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇതെല്ലാം ശരിയാണ്. ആ ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, നിഷേധിക്കുന്നില്ല. കാരണം ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് ക്രിയേറ്റീവാണ് മുമ്പ് ഞാൻ പറയുന്നില്ല, ഒരുപക്ഷെ രാഹുലിൻ്റെ ആയിരിക്കാം. എങ്കിൽ പോലും അവിടെ രാഹുലിൻ്റെ ഭാഗത്താണ് ശരി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഈ പെൺകുട്ടിയുമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇവർ കുടുംബമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുണ്ടാവും, കുട്ടികൾ ഉണ്ടാവണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അപ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉദ്ദേശിച്ച് ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായിട്ടാണ് ഇന്നലെ ഈ വോയിസ് ക്ലിപ്പ് വന്നത് എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, ഇവിടെ ഈ പെൺകുട്ടി തന്നെ ഇതിക്ക് മുന്നേ കൊടുത്തിരിക്കുന്നത് വീഡിയോയും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വീഡിയോയും രണ്ട് ടൈമിലുള്ളതാണ് എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഒരു വോയിസ് ക്ലിപ്പ് തന്നെ ഘട്ടം ഘട്ടമായി കട്ട് ചെയ്തുകൊണ്ട് പല സമയത്ത് കൊടുത്തു എന്നുള്ളതാണ് വസ്തുത. കാരണം അന്ന് പറഞ്ഞത് ഗർഭം കലക്കാൻ നോക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇന്ന് ഗർഭം വേണമെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഇതിൻ്റെ തുടക്കം അതുപോലെ തന്നെ അവസാനം നമുക്ക് ചിന്തിക്കാം. തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ കൊടുത്തത്. ചാനലുകാർക്ക് പാളിയത് അവിടെയാണ്. അതായത് നമ്മുടെ മൊട്ട അരുണിൻ്റെ ചാനൽ, റിപ്പോർട്ടർ ചാനലിൽ പാളിയത് അവിടെയാണ്. അവരാദ്യം കൊടുത്തത് ഗർഭം കലക്കാൻ അല്ലെങ്കിൽ ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു എന്നുള്ളതാണ്. ഈ മരംമുറി കൊള്ളക്കാരായ ചാനലുകാർക്ക് സത്യത്തിൽ ബുദ്ധിയില്ല എന്ന് പറയേണ്ടി വരും. ആദ്യം ഇന്നലെ വന്ന വോയിസ് ക്ലിപ്പ് ആദ്യം കൊടുക്കുകയും അതിനുശേഷം ഈ വോയിസ് ക്ലിപ്പ് കൊടുക്കുകയും ചെയ്താൽ ജനങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ചിന്താശക്തിയുള്ള ആളുകൾ ചിന്തിച്ചേനെ, ഇതിൽ ശരിയുണ്ടോ എന്ന് ചിന്തിച്ചേനെ. പക്ഷെ ഇന്നലത്തെ വന്ന വോയിസ് ക്ലിപ്പോട് കൂടി ജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായി ഇത് രാഹുൽ മാങ്കൂട്ടത്തലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഘട്ടം ഘട്ടമായി മുറിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം ആ ചാനലിൻ്റെ എന്താ പറയുക ഡ്യൂപ്ലിക്കേറ്റ് MD, ഒറിജിനലായിട്ട് നിയമപരമായിട്ടോ സൈന്യപരമായിട്ടോ MD അല്ല, അതായത് സ്വന്തമായിട്ട് MD എന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന ആ വ്യക്തി തന്നെ ആ ചാനലിൽ ഇരുന്നു കൊണ്ട് തന്നെ
വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും കുറേ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, കുറേ കാര്യങ്ങൾ എന്നെ ഉണ്ട്, ഞങ്ങൾ പീസാക്കി വിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചാനൽ ഞാനും സുനിലും ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പറയുകയുണ്ടായി, വളരെ കൃത്യമായി ഇതിവിടെ അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിൻ്റെ അടുത്ത കഷ്ണം കൊണ്ട് ഇവർ വരുമെന്ന് ഞങ്ങൾ വളരെ കൃത്യമായി പല ചർച്ചകളിലും ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ഇത് കൊണ്ടുവന്നു എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് വന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഈ സംഭവം കൊണ്ടുവന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം എന്താ, ഇപ്പം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പൊളിറ്റിക്കൽ ഹീറോ ആയിരിക്കുകയാണ്. പാലക്കാട് BJP-ക്കാരോ അതുപോലെ തന്നെ CPM അപ്രസക്തമായിരിക്കുകയാണ്. ആ ഒരൊറ്റ പേരുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒറ്റ പേരുള്ളൂ കോൺഗ്രസ്. അങ്ങനെ BJP നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്ന സമയം BJP-ക്ക് ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പാലക്കാട് നഗരസഭയുടെ ഭരണം തുടർച്ചയായി 2 തവണ ഭരിച്ച ആ പാലക്കാട് നഗരസഭയുടെ ഭരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത്രയ്ക്കും നശിച്ചു പോയി അവിടെ BJP CPM. പേരിന് പോലും CPM കളത്തിലില്ല. പാലക്കാട് ഒരു സ്ഥലത്തും CPM-ന്റെ ഒരാൾ പോലും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു CPM-കാർ പോലും പാലക്കാടില്ല. അവിടെ വൺ മാൻ ഷോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോഴാണ് ഇവിടുത്തെ കുറേ ആളുകൾക്ക് തോന്നിയത്, എങ്ങനെയെങ്കിലും ഇത് പൊളിച്ചടക്കിയില്ലെങ്കിൽ, രാഹുലിനെ തകർത്തില്ലെങ്കിൽ നമുക്ക് പാലക്കാട് ഭരണം നഷ്ടപ്പെടുമെന്ന് BJP-ക്ക് ബോധ്യപ്പെട്ടു, CPM പിക്ചറിലില്ല എന്നുള്ള CPM-ന് ബോധ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം കണ്ട് അസൂയുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവിനും ഇവർ മൂന്നും കൂടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ട്രാപ്പാണ് എന്നുള്ള കഥ ഞാൻ തറക്കൂല. കാരണം ഇപ്പോഴും ഞാൻ അടിവരയിട്ട് പറയും, രാഹുൽ മാങ്കൂട്ടം ന്യായീകരിക്കല്ല, തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ തെളിവടക്കം നമുക്ക് ഹാജരാക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ഓഗസ്റ്റ് 20-ന് റിപ്പോർട്ടർ ചാനലിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ചാറ്റ് പുറത്തുവിട്ടു. ആ ചാറ്റ് ടെലഗ്രാം ചാറ്റായിരുന്നു. ആ ചാറ്റും അതുപോലെ ഇന്നലെ വിട്ട ചാറ്റും വാട്സപ്പ് ചാറ്റും, ഈ 2 ടെലഗ്രാം ചാറ്റും വാട്സപ്പ് ചാറ്റും നടന്നിരിക്കുന്നത് രണ്ടും ജൂലൈ 19 വെളുപ്പിന് 12:19 AM. അതായത് വെളുപ്പിന് 12:19 AM എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഇവർ ചാറ്റ് ചെയ്യുമ്പോൾ രണ്ടും ഒരേ പ്ലാറ്റ്ഫോമിൽ, വാട്സപ്പിലും അതുപോലെ തന്നെ ടെലഗ്രാമിലും എങ്ങനെ സംഭവിക്കും? നമ്മൾ ചിന്തിക്കണ്ടേ? ഒരു സമയത്ത് 2 വ്യക്തികൾ ചാറ്റ് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോമിൽ ചാറ്റ് ചെയ്യുന്നു, അതേ സമയം തന്നെ അപ്പുറത്തും ഈ 2 വ്യക്തികൾ ചാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഈ ചാനലുകാരാണ് പുറത്തുവിടേണ്ടത്. ഇത് എങ്ങനെ സംഭവിച്ചത്? ഇത് വാർത്ത പുറത്തുവിട ചാനലുകാർക്ക് പുറത്തുവിടണം. എങ്ങനെ സംഭവിച്ചു? അത് നമുക്ക് സംശയമാണ്, സംശയത്തിന് നിഴലിലാണ് എങ്ങനെ സംഭവിച്ചു. ഇനി മറ്റൊരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറയുന്ന പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന വാർത്തയാണ് ഇന്നലെ വന്ന വോയിസ് ക്ലിപ്പ്. അവർ പ്രണയത്തിലായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അവർ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു, അവർ വിവാഹം കഴിച്ച് ഒരു കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ സത്യത്തിന്. എന്തുകൊണ്ടോ അവർക്കത് അവിടെ ഒരു സ്റ്റോപ്പ് വന്നു, അവർ തമ്മിൽ പിരിയേണ്ടി വന്നു, അല്ലെങ്കിൽ അത് അവസാനിച്ചു അവിടെ. അങ്ങനെ സ്ഥിതിവിശേഷം വരുന്നു, അതൊക്കെ സത്യം തന്നെ എന്ന് കരുതി അവർ പ്രണയത്തിലിരിക്കുമ്പോൾ അവർക്ക് ശാരീരികമായിട്ട് ബന്ധപ്പെടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു നയം നമ്മുടെ നാട്ടിലില്ല. അവർ മനസ്സുകൊണ്ട് 2 കൂട്ടരും സമ്മതപ്രകാരം തന്നെയാണ് എന്ന് വളരെ കൃത്യമായി തന്നെ ഇന്നലത്തെ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വരുന്നുണ്ട്, മാർച്ച് മാസം തൊട്ട് നമുക്ക് സ്ഥിരമായിട്ട് ആവാം, അപ്പോൾ ഞാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി അതിന് സ്വാഗതം ചെയ്യാണ്. മനസ്സിലായില്ലേ? അത് സ്വാഗതം. അങ്ങനെ അവർ 2 പേരും പരസ്പരം ഇഷ്ടപ്പെട്ട് നടത്തിയ ഒരു ലൈംഗികതയിൽ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാവുക? അതെങ്ങനെ ഒരു ക്രൈം ആവുക? ഒരിക്കലും ആവില്ല. പറഞ്ഞു വന്നത്, ഒരേ സമയത്ത് 2 പ്ലാറ്റ്ഫോമിൽ ചാറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി അതിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ആ ചാറ്റിൽ പറയുന്ന പേരും മലയാളം ന്യൂസ് 24 പുറത്തുവിട്ട ചാറ്റിൽ പറയുന്ന പേര് 2 എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അതായത് എൻ്റെ ഗർഭം കലക്കണം അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തണം എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് രണ്ടാമത്. ആദ്യം പറയുന്നത്, അതായത് ആദ്യം ഗർഭം വേണം എന്ന് രാഹുൽ പറയുന്ന ആ സമയത്ത് രാഹുലിൻ്റെ വാട്സപ്പ് നെയിം ഇട്ടിരിക്കുന്നത്, സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന്. അപ്പുറത്ത് ഓഗസ്റ്റ് 20 പുറത്തുവിട്ടാൽ ഗർഭം കലക്കണം, ഗർഭചിത്രം നടത്തണം എന്ന് പറയുന്നിടത്ത് രാഹുൽ ഏട്ടൻ. അപ്പോൾ ഗർഭം കലക്കാനായി നിർബന്ധിക്കുന്ന, അവരുടെ ജീവിതം നശിപ്പിച്ചു എന്ന് പറയുന്ന ആ സമയത്ത് ഇട്ടിരിക്കുന്നത് രാഹുൽ ഏട്ടൻ.
ഗർഭം ഉണ്ടാവണം എന്ന് പറയുന്ന സമയത്ത് ഇട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇവിടെയാണ് നമ്മൾ അതിൻ്റെ വിരോധാഭാസം മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് സംശയത്തിന് ഇട നൽകുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ നശിപ്പിച്ച് അവരുടെ കുടുംബം നശിപ്പിച്ച് ജീവിതം നശിപ്പിക്കുന്ന സമയത്ത് രാഹുൽ ഏട്ടെന്നിടുന്നു, അവർ നല്ല സ്നേഹത്തിൽ നല്ല സന്തോഷത്തിൽ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പേരിടുന്നു. അവിടെയാണ് ഇതിന് ഉത്തരം പറയുന്ന ചാനലുകാരാണ്. കൃത്യമായി അതിൻ്റെ ആ ഒരു അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന കാര്യം എങ്ങനെ സംഭവിച്ചു എന്നും എന്ത് സംഭവിച്ചു എന്നും കൃത്യമായിട്ട് മറുപടി കൊടുക്കണം. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഇന്നലെ വരെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു കാര്യം തന്നെയാണ് ഇന്നലത്തെ വോയിസ് ക്ലിപ്പിൽ വന്നത്, ആദ്യത്തെ വോയിസ് ക്ലിപ്പിൽ വന്നത്. ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ടും വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തും, അത് പത്രക്കാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ഞാൻ വളരെ കൃത്യമായി തന്നെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം, ഇന്നലെ വന്നിരിക്കുന്ന ആ വോയിസ് ക്ലിപ്പ് 100% രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗമാണ്. ശരി എന്ന രൂപത്തിൽ അദ്ദേഹം ഒരു ജീവിതം ആഗ്രഹിച്ചിരുന്നു, ഈ പെൺകുട്ടിയുമായി ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു, കുടുംബമായി ജീവിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്നലത്തെ വോയിസ് ക്ലിപ്പ്. അടിവരയിട്ട് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി നേരിടുമെന്നും സത്യസന്ധമായി എൻ്റെ നിരപരാധി തെളിയിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി ഇന്നലെ പത്രക്കാരോട് പ്രതികരിച്ചു നമ്മൾ കണ്ടു. എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിന് 100% നീതി നടപ്പാക്കുന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ITI ന്യൂസ് തുടങ്ങിയ ഈ ചലഞ്ചിന് രണ്ടാമത്തെ വിജയമാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. ഈ വോയിസ് ക്ലിപ്പിൽ കൂടി കിട്ടിയിരിക്കുന്നത് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. I2I News, an eye for truth. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.